പന്തളം നഗരസഭയിൽ ബി.ജെ.പി. ഭരണം നിലനിർത്തി. ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ പന്തളം നഗരസഭയിൽ ബി.ജെ.പി. വീണ്ടും ഭരണം നിലനിർത്തി. കൗൺസിലർ അച്ചൻകുഞ്ഞ് ജോണിനെ നഗരസഭാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇടഞ്ഞു നിൽക്കുന്ന 3 ബി.ജെ.പി. കൗൺസിലർമാരും അച്ചൻകുഞ്ഞ് ജോണിന് വോട്ട് ചെയ്തു. 19 വോട്ടുകളാണ് അച്ചൻകുഞ്ഞ് ജോണിന് ലഭിച്ചത്. 18 ബി.ജെ.പി. അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും ബി.ജെ.പിക്ക് ലഭിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം അംഗം വോട്ട് ചെയ്തില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അംഗങ്ങൾ മറുകണ്ഠം ചാടാതിരിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെട്ട് രാവിലെ ബി.ജെ.പി. കൗൺസിലർമാരെ ട്രാവലറിലാണ് നഗരസഭയിൽ എത്തിച്ചത്. കേവല ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. ഭരിച്ചിരുന്ന നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ബി.ജെ.പി. വിമതന്റെ പിന്തുണയോടെ എൽ.ഡി.എഫ്. കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേന്നാളാണ് നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. പന്തളം നഗരസഭ ഭരണം പിടിച്ചത്. ഇത് ശബരിമല പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായി വന്ന മാറ്റമാണെന്ന് വിലയിരുത്തലുണ്ടായി. എന്നാൽ ഭരണം തുടങ്ങിയത് മുതൽ തമ്മിലടിയും തുടങ്ങി. 4 വട്ടം വിജയിച്ചു കയറിയ കൗൺസിലർ കെ.വി. പ്രഭയെ അവഗണിച്ചായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് സുശീല സന്തോഷിനെ തീരുമാനിച്ചത്. വൈകാതെ കൗൺസിലർമാർ 2 തട്ടിലായി. ചേരിപ്പോര് പന്തളത്തെ പാർട്ടിയിലേക്കും പടർന്നു. 2 മണ്ഡലം കമ്മിറ്റികളെ പിരിച്ചുവിട്ടു. ഇതിനെതിരെ പ്രവർത്തകർ നൽകിയ പരാതികൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ പരിഗണിച്ചില്ല. ഒരു വിഭാഗം പ്രവർത്തകർ CPM-ലേക്ക് ചേക്കേറി. കെ.വി. പ്രഭയെ സുശീല സന്തോഷ് അസഭ്യം പറയുന്ന വീഡിയോ പ്രചരിച്ചത് പാർട്ടിക്കും ഭരണതലത്തിലും വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. 33 അംഗ പന്തളം നഗരസഭയിൽ ബി.ജെ.പിക്ക് 18 അംഗങ്ങളാണുള്ളത്. LDF-ന് 9, UDF-ന് 5 എന്നിങ്ങനെയാണ് അംഗബലം.